ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തക്സ മുതലായ പ്രധാന പുസ്തകങ്ങൾ ദേവാലയത്തിലെ സുറിയാനി കത്തോലിക്ക സഭയുടെ ദേവാലയങ്ങളിൽ ഉപയോഗിക്കുന്ന തക്സ മുതലായ പുസ്തകങ്ങൾ. സുറിയാനിൽ തക്കസ് എന്ന ക്രിയാപദത്തിന് നിയന്ത്രിക്കുക, ക്രമപ്പെടുത്തുക, കൽപ്പിക്കുക, നിശ്ചയിക്കുക എന്നെല്ലാം അർത്ഥം. ക്രമപുസ്തകം എന്നാണ് തക്സയ്ക്കുള്ള സാധാരണ അർത്ഥം. പ്രാർത്ഥനകൾ മാത്രമല്ല, ഓരോ ആചാരവും വിശ്വാസം പ്രകാശിപ്പിക്കുന്ന തരത്തിൽ എങ്ങനെ അനുഷ്ഠിക്കണമെന്ന ക്രമം അഥവാ ക്രമവിധി, അനുഷ്ഠാന വിധി അത് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം എന്നാണ് അർത്ഥം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം മാത്രമല്ല അത്, മറിച്ച് ഓരോ പ്രാർത്ഥനകളും എങ്ങനെ ചൊല്ലണം, ഓരോ ആചാരവും എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രമം, അനുഷ്ഠിക്കണമെന്ന ക്രമം അഥവാ ക്രമവിധി അഥവാ അനുഷ്ഠാന വിധി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം എന്നാണ് തക്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രീക്കിലെ തെക്സ്, തെവിക്സ് എന്നീ പദങ്ങളുമായി ബന്ധപ്പെട്ടാണ് സുറിയാനിലെ തക്സ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. ഗ്രീക്കിൽ തെക്സ് എന്നാണ്, തെക്സ് അല്ലെങ്കിൽ തെവിക്സ്. അതിനെ തയ്ക്കുക, തുന്നുക, നിർമ്മിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഈ തെക്സ് എന്ന വാക്കിന് തുന്നുമ്പോഴോ അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു ക്രമത്തിൽ കൊണ്ടുവരില്ലേ? ഒരു വസ്ത്രം തയ്ക്കുമ്പോൾ അതിനൊരു ക്രമത്തിൽ കൊണ്ടുവരികയാണ്. എല്ലാം ക്രമത്തിൽ തുന്നിപ്പിടിപ്പിക്കുന്നു, അപ്പോഴാണ് അത് വസ്ത്രമാകുന്നത്. എല്ലാം ക്രമത്തിൽ തയ്ച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ ഒരു ക്രമം കൊണ്ടുവരിക, തുന്നിപ്പിടിപ്പിക്കുക, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ലത്തീനിലും തെക്സ് എന്നാണ്, തെക്സ്, TEX ടെക്സ് ലത്തീനിൽ. പക്ഷെ പലപ്പോഴും ഇതിൽ അവസാനത്തെ ഈ സകാരം അപ്രത്യക്ഷമാകും. അപ്പോൾ തെക്ക് എന്ന് വരും, തെക്ക് എന്ന ക്രിയാധാതു. ഇതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് വരുന്നത്. ടെക്സ്റ്റ് വരുന്നത്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാലും പുസ്തകം, പാഠം. ചുരുക്കത്തിൽ തക്സ എന്ന് പറഞ്ഞാൽ എല്ലാം ക്രമത്തിൽ തുന്നിച്ചേർത്തില്ലേ നമുക്ക് നൽകിയിരിക്കുന്ന പുസ്തകം എന്നാണ് അർത്ഥം. അതായത് ഓരോ പ്രാർത്ഥനകളും എങ്ങനെ ചൊല്ലണം, ഏത് സ്വരത്തിൽ ചൊല്ലണം, എങ്ങനെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം, ഓരോ ആചാരങ്ങളും എങ്ങനെ ചെയ്യണം, അതിന് അനുഷ്ഠാന വിധി എന്താണ്, ഇങ്ങനെ എല്ലാത്തിനും ക്രമം പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് തക്സ എന്ന് പറയുന്നത്. തൂക്കാസ എന്ന വാക്കും ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നു. തക്സയ്ക്ക് തൂക്കാസ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. വ്യവസ്ഥ, കൽപ്പനാ സമാഹാരം എന്നെല്ലാം തൂക്കാസ് എന്ന വാക്കിനർത്ഥം. മലങ്കര സഭയിലെ വിശുദ്ധ ശുശ്രൂഷകളുടെ അനുഷ്ഠാന ക്രമത്തിന് തൂക്കാസ് എന്നാണ് അവർ പറയുന്നത്. മലങ്കര സഭയിലെ വിവിധ ശുശ്രൂഷകളുടെ അനുഷ്ഠാന ക്രമത്തിന്. സുറിയാനി കൽതായ കത്തോലിക്ക സഭയിൽ അത് പൊതുവെ, ഈ തൂക്കാസ് എന്ന് പറഞ്ഞാൽ പൊതുവെ പള്ളികളെ നിയന്ത്രിക്കാനുള്ള സഭയുടെ ഉത്തരവുകളെയാണ് സൂചിപ്പിച്ചിരുന്നത് പണ്ട്. അതായത് കുർബാന പുസ്തകത്തെ അല്ല മുമ്പ് സൂചിപ്പിച്ചിരുന്ന തൂക്കാസ, മറിച്ച് സുറിയാനി കൽതായ കത്തോലിക്ക സഭയിൽ, നമ്മുടെ സീറോ മലബാർ സഭയിൽ പള്ളികളെ നിയന്ത്രിക്കാനുള്ള സഭയുടെ ഉത്തരവുകളെ തൂക്കാസ എന്നാണ് സൂചിപ്പിച്ചിരുന്നത്. ഈ തക്സയുമായി ബന്ധപ്പെട്ട നമുക്ക് മൂന്ന് വാക്കുകൾ നമ്മൾ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട്. തക്സ ദ് കുദിശേ. കൂദാശികൾ പരികർമ്മം ചെയ്യാനായിട്ട് വൈദികൻ ഉപയോഗിക്കുന്ന പുസ്തകമാണ് തക്സ ദ് കുദിശേ. അതാണ് ഒന്നാമത്തത്. കൂദാശികൾ പരികർമ്മം ചെയ്യാൻ കാർമികൻ ഉപയോഗിക്കുന്ന പുസ്തകം. 2, തക്സ ദ് കുദിശ. ഞാൻ മുമ്പ് പറഞ്ഞത് തക്സ ദ് കുദിശേ എന്നാണ്, കുദിശേ. ഇപ്പം ഞാൻ പറയുന്നത് തക്സ ദ് കുദിശ. ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശിയായ വിശുദ്ധ കുർബാനയുടെ പരികർമ്മം എങ്ങനെയായിരിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കുർബാന പുസ്തകം, തക്സ ദ് കുദിശ എന്നാണ് പറയുക അതിനെ. അതിനകത്ത് ഈ തക്സ ദ് കുദിശ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പുസ്തകമാണ്. അതിൽ ഏറ്റവും ആഘോഷമായി കുർബാന അർപ്പിക്കുമ്പോൾ അതിനെ റാസ എന്ന് പറയും. അതിൽ ആഘോഷങ്ങൾ ചിലതെല്ലാം ഉപേക്ഷിച്ച് ചൊല്ലുമ്പോൾ അതിനെ ആഘോഷമായോ കുർബാന എന്ന് പറയും. പിന്നെ അതിലും ആഘോഷങ്ങൾ കുറയുമ്പോൾ സാധാരണ കുർബാന എന്ന് വെച്ചാൽ നമുക്ക് ഒരൊറ്റ കുർബാന തക്സ പുസ്തകമേ ഉള്ളൂ. അതിൽ ആഘോഷങ്ങൾ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഏറ്റവും ആഘോഷമായ കുർബാന തിരുനാൾ കുർബാന, റാസ കുർബാന. മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന അല്ല റാസ കുർബാന. അത് ഇരിങ്ങാലക്കുടയും തൃശ്ശൂരും എറണാകുളത്തൊക്കെ അങ്ങനെ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണ്. ഏറ്റവും ആഘോഷപൂർവകമായ കുർബാനയാണ് റാസ കുർബാന. ആഘോഷങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വിട്ടുകളയുമ്പോഴാണ്, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം വിട്ടുകളയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണത്. ഏറ്റവും ആഘോഷപൂർവകമായി കുർബാന, അതിലും കുറച്ചും കൂടി ഭാഗങ്ങൾക്ക് വിട്ടുകളയുമ്പോഴാണ്, അത് സഭ കൽപ്പിച്ചതനുസരിച്ച് വിട്ടുകളയുന്നത് ആണ് സാധാരണ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ
തക്സാദ് കുദശ എന്ന് പറഞ്ഞാൽ കുർബാന തക്സ, കുർബാനയുടെ ആ പുസ്തകം, കുർബാന പുസ്തകം. മൂന്നാമത്തൊന്നാണ് തക്സാദി എപ്പിസ്കോപ്പ. തക്സാദി എപ്പിസ്കോപ്പ. എപ്പിസ്കോപ്പസ് എന്ന് പറഞ്ഞാൽ മെത്രാൻ, സ്ഥലത്തെ മെത്രാൻ. എപ്പിസ്കോപ്പോസ് മെത്രാൻ. മെത്രാൻ ഉപയോഗിക്കുന്ന പൊന്റിഫിക്കൽ പുസ്തകമാണത്. പൊന്റിഫിക്കൽ എന്ന് വെച്ചാൽ മാപ്പാപ്പയുടെ ഇല്ലേ ആ ശ്ലൈഹിക പിന്തുടർച്ചയിലുള്ള പുസ്തകം എന്നർത്ഥം. പൗരോഹിത്യം കൊടുക്കാൻ, സ്ഥാനാരോഹണ കർമ്മങ്ങൾക്ക്, പിന്നെ പരിശുദ്ധ മൂറൻ കൂദാശ ചെയ്യാൻ, പിന്നെ അൾത്താര കൂദാശ ചെയ്യാൻ, ഇതൊക്കെ മെത്രാന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പുസ്തകമാണ് തക്സാദി എപ്പിസ്കോപ്പ. ഇത് കൂടാതെ നമുക്ക് അവിടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 3 പുസ്തകങ്ങൾ കൂടിയുണ്ട്. ഒന്ന് കെറിയാന, മറ്റ് സ്ലീഹ, 3 എവാങ്കേലിയോൻ. കെറിയാന എന്ന് പറഞ്ഞാൽ പഴയ നിയമം പള്ളിയിൽ വായിക്കുന്ന ലിറ്റർജിക്കൽ ഇതില്ലേ, ലക്ഷണറി വായിക്കുന്ന വായനകൾ ചേർത്തിട്ടുള്ള പുസ്തകമാണ് കെറിയാന. പഴയ നിയമ പ്രഘോഷണം. അതേ പഴയ നിയമത്തിലുള്ള വായനകൾ, മോശയുടെ ന്യായപ്രമാണം, പ്രവാചക ഗ്രന്ഥങ്ങൾ, അത് ലിറ്റർജിയിൽ വായിക്കാൻ വേണ്ടിയുള്ള ടെക്സ്റ്റുകൾ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് കെറിയാന. രണ്ടാമത്തത് സ്ലീഹ എന്ന് പറയും. അതായത് പൗലോസ് സ്ലീഹ, പിന്നെ കാതോലിക ലേഖനങ്ങൾ എഴുതിയ സ്ലീഹന്മാർ, ആ സ്ലീഹന്മാരിൽ നിന്നുള്ള വായന, അതാണ് സ്ലീഹ എന്ന് പറയുന്നത്. മൂന്നാമത്തത് എവാങ്കേലിയോൻ, സുവിശേഷം, 4 സുവിശേഷങ്ങൾ. ഈ 3 കൂടി ചേരുമ്പോൾ പ്രഘോഷണ പുസ്തകങ്ങൾ 3ആയി. പഴയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണം, പിന്നെ പ്രവാചക ഗ്രന്ഥങ്ങൾ, അത് കെറിയാന. സ്ലീഹന്മാരുടെ നടപടി, സ്ലീഹന്മാരുടെ ലേഖനങ്ങൾ, അത് സ്ലീഹ. 3 എവാങ്കേലിയോൻ എന്ന് വെച്ചാൽ സുവിശേഷ വായന. 4 സുവിശേഷങ്ങളെന്നും ലിറ്റർജിയിൽ വായിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ് ഈ എവാങ്കേലിയൻ എന്ന് പറയുന്നത്. എവാങ്കേലിയൻ എന്ന വാക്കിന് ഞാൻ മുൻപ് അർത്ഥം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. എല്ലാ വാർത്തകളും, നല്ല വാർത്തകളും എവാങ്കേലിയൻ അല്ല. എല്ലാ നല്ല വിശേഷങ്ങളും എവാങ്കേലിയൻ അല്ല. ഈ രാജാവിൽ നിന്ന് വരുന്ന, ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്തയാണ് എവാങ്കേലിയൻ. സാധാരണഗതിയിൽ അത് 2 വാർത്തകളാണ്. ഒന്ന്, ഒരു രാജകുമാരൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത, ക്രിസ്മസ്, നിങ്ങൾക്കായി രക്ഷകൻ പിറന്നിരിക്കുന്നു, അത് എവാങ്കേലിയനാണ്, സുവിശേഷമാണ്. അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയം വരിച്ചു എന്ന വാർത്ത, സാത്താനെ തോൽപ്പിച്ചു, മരണത്തെ തോൽപ്പിച്ചു എന്ന വാർത്ത, ഇതാണ് എവാങ്കേലിയോൻ. ആ എവാങ്കേലിയോൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന ആളാണ്. യേശുക്രിസ്തു എന്ന ആളാണ് സുവിശേഷം. ആ സുവിശേഷം എന്ന ആളെക്കുറിച്ച് 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, 4 ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനെ 4 സുവിശേഷങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തു എന്ന ആളാണ്. ആ ആളെക്കുറിച്ച് 4 പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു, അവയെയും സുവിശേഷങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ പ്രഘോഷിക്കുന്നത് യേശുക്രിസ്തുവിനെ തന്നെയാണ്. ഇത്രയും സംഗതികളൊക്കെയാണ് നമ്മൾ ഈ ദേവാലയത്തിൽ, ഇതെല്ലാം വളരെ ഭംഗിയിലും ചിട്ടയിലൊക്കെ സൂക്ഷിക്കേണ്ട സംഗതികളാണ്. നിങ്ങൾ യഹൂദന്മാരെ കണ്ടിട്ടുണ്ടോ? അവർ ഈ തോറ വായിക്കാൻ വരുമ്പോൾ എന്തുമാത്രം കരുതലോടെയാണ് വളരെ സിൽക്ക് തുണികളൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ പട്ട് ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഉപയോഗിച്ച് വളരെ ഒരു പുസ്തകം മാത്രമായിട്ട് കരുതാൻ പാടില്ല. പേപ്പറും കാർബണും ഉള്ള ഒരു പുസ്തകമായിട്ട് മാത്രം കരുതരുത്. അതിലെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് പ്രഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ആളെ കൈകാര്യം ചെയ്യുന്നത് പോലെയുള്ള ബഹുമാനം ഈ പുസ്തകങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.